ഇത് ധ്രുവ് റാട്ടി പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയെക്കുറിച്ചുള്ള സാങ്കേതികതയെക്കുറിച്ചോ മറ്റ് അനുമാനങ്ങളെക്കുറിച്ചോ പറഞ്ഞ ദൃശ്യാവിഷ്കരണമല്ല, മറിച്ച് ലോകപ്രശസ്ത വ്യക്തികളിൽ ഒരാളായ നരേന്ദ്ര ദാമോദർ മോദിജിയുടെ മെഴുകു പ്രതിമ നിർമ്മിക്കാനുള്ള മാനദണ്ഡങ്ങളുടെ ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഇംഗ്ലണ്ടിലെ മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയം. But I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before the noon. Rewind, take it out. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ദിവസത്തിലേറെ നീണ്ടു നിൽക്കായേക്കാവുന്ന ശരീരത്തിന്റെ ഓരോ ഭാഗത്തിന്റെയും അളവുകളെ തുലനം ചെയ്തിട്ടാണ് നൂറുകണക്കിലേറെ വ്യതിയാനങ്ങൾ വരുന്ന തോതുകൾ സ്കൾപ്ചർ മാസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന, അഥവാ അപ്ലൈഡ് ആർട്ടിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ അളവുകളാണ് ശരീരഭാഗങ്ങളായി രൂപാന്തരപ്പെടുത്താറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ബാഹ്യരൂപം എങ്ങനെയാണോ വിന്യസിപ്പിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അതിസൂക്ഷ്മമായി മെനഞ്ഞെടുക്കുവാനും ഇവർ എത്ര കണ്ട് വിദഗ്ധരാണെന്ന് മനസ്സിലാക്കുവാൻ ഈ പ്രതിമ മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മതി. അത്രയ്ക്ക് സസൂക്ഷ്മമാണ് ഈ പ്രതിമാ നിർമ്മാണം. ഇനി ആരുടെയൊക്കെ പ്രതിമയാണ് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് കാലത്തിന് മാത്രമേ ഉത്തരം പറയാൻ കഴിയൂ.